NDAക്ക് കേരളത്തിലെ ആദ്യത്തെ ലീഡ് വരുന്നു. തിരുവനന്തപുരം. രാജീവ് ചന്ദ്രശേഖർ 5 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ആദ്യത്തെ NDA ലീഡ് കേരളത്തിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ 5 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. വലിയ വാർത്തയാണ്, വലിയ വാർത്ത തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഇതാ ആദ്യമായി തപാൽ വോട്ടുകളിൽ 5 വോട്ടുകളുടെ ഒരു മുൻതൂക്കം നേടിയിരിക്കുന്നു. കേരളത്തിൽ താമര വിരിയുകയാണെങ്കിൽ അതിലൊന്ന് തിരുവനന്തപുരത്തായിരിക്കും, തലസ്ഥാനത്തായിരിക്കും എന്ന BJPയുടെ പ്രതീക്ഷ. രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി 5 വോട്ടിന്റെ ലീഡിൽ. 2014 ശശി തരൂരും രാജഗോപാലൻ തമ്മിൽ കട്ടയ്ക്ക് മത്സരം നടന്നു. ഏറ്റവും അവസാനം മാത്രമാണ് ശശി തരൂർ വിജയിച്ചത്. കഷ്ടിച്ച് ജയിച്ച് കടന്നുകൂടുകയായിരുന്നു. അതിന് സമാനമായ ഒരു പോരാട്ടം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. രാജീവ് ചന്ദ്രശേഖർ ഈ വോട്ടെണ്ണലിനിടയിൽ ഒരു പക്ഷേ പലയിടത്തും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ലീഡ് ചെയ്യുമ്പോൾ HD കുമാരസ്വാമി മാണ്ഡ്യയിൽ JDS നേതാവ് ലീഡ് ചെയ്യുകയാണ്. NCP നേതാവ് സുപ്രിയ സൂലെ ലീഡ് ചെയ്യുകയാണ്. ബരാമതിയിൽ അമ്മായിയേക്കാൾ ഒരു പടി മുമ്പിൽ ഇപ്പോൾ സുപ്രിയ സൂലെയാണ്. ഫാമിലി പോരാട്ടം നടക്കുന്ന ബരാമതിയിൽ എന്തായാലും ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ്. 157-62 എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമാകില്ല എന്നതിന്റെ പ്രാഥമിക സൂചനയാണോ ഇത്? ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന്റെ തപാൽ വോട്ടുകളുടെ ലീഡ് 1310 എത്തുകയാണ്. യെസ്, ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതലായ കണക്കുകൾ വരുന്നത്. 1310. ഡീൻ വളരെ സ്റ്റേബിൾ ആണ്. ഡീന്റെ വിജയം 5 വോട്ടുകളിൽ നിന്ന് 16 വോട്ടുകളിലേക്ക്. യെസ്, അവിടെ നോക്കൂ, ഇപ്പോ കൊല്ലത്ത് ക്രമാനുഗതമായി LDF 114 വോട്ടിലേക്ക് M മുകേഷിന്റെ ലീഡ് എത്തുന്നു. NK പ്രേമേന്ദ്രന്റെ മുകളിൽ ആദ്യം ലീഡ് എടുത്തിരിക്കുന്നത് M മുകേഷ് ആണ് എന്നുള്ളത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ തവണ നമ്മൾ വോട്ട് എണ്ണി തുടങ്ങുന്നത് മുതൽ UDFന്റെ വേവ് ആയിരുന്നെങ്കിൽ ഇപ്പോഴോ ഇതൊരു EVM കൗണ്ട് അല്ല എന്നുള്ള കാര്യം നരേന്ദ്രമോദി വാരണാസിയിൽ മുന്നിൽ. യെസ്, പ്രതീക്ഷിച്ചതാണത്. പ്രധാനമന്ത്രി മത്സരിക്കുന്ന മണ്ഡലമാണ് വാരണാസിയിൽ. നരേന്ദ്രമോദി പ്രധാനമന്ത്രി റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മുന്നിട്ട് നിൽക്കുന്നു. വയനാട്ടിലും റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി ഒരുമിച്ച് 2 ഇടങ്ങളിലും തപാൽ വോട്ടുകളിൽ മുന്നിൽ. 1526 വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസ് ഇടുക്കി ലീഡ് ചെയ്യുന്നു. അതായത് ഇടുക്കി പെട്ടെന്ന് എണ്ണുകയാണ്. നേരത്തെ കണ്ണൂരിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇടുക്കി വളരെ കൃത്യമായി എണ്ണുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. 1526 വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസ് മുമ്പിലാണ് ഇടുക്കിയിൽ. 2020 വോട്ട് പിടിക്കുമ്പോൾ ചാലക്കുടിയിൽ രവീന്ദ്രനാഥ് മുന്നിൽ. അത് ഇതുവരെ ആ ലീഡ് വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ളത് ചാലക്കുടിയെ പ്രത്യേകം സവിശേഷമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഡീൻ ലീഡ് ഉയർത്തുന്നു. 1678. ഇടുക്കിയെ സംബന്ധിച്ച് ഇടുക്കിയുടെ ഉത്തരം നമുക്കിതാ ഇതൊരു ഫലസൂചനയായി എടുക്കാമോ എന്നറിയില്ല. 21 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. 1678 വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുന്നു. നാമമാത്രമായ വോട്ടുകൾക്കാണെങ്കിലും മാവേലിക്കരയിൽ CA അരുൺകുമാർ തിളങ്ങി നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 15 വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് എന്ന കോൺഗ്രസിന്റെ അധികായൻ മത്സരിക്കുന്നിടത്ത് CA അരുൺകുമാർ എന്ന യുവ നേതാവ് ലീഡ് പിടിച്ചിരിക്കുന്നു. എറണാകുളത്ത് ഹൈബി ഈഡന്റെ 1758 ലീഡ് വരുന്നു. അതായത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും എറണാകുളത്ത് ഹൈബി ഈഡനും സ്റ്റേബിൾ ആണ്. അവരുടെ വോട്ടുകൾ ഇങ്ങനെ ക്രമമായി ഉയർന്നു വരികയാണ്. 1758 വോട്ടുകൾക്ക് ഹൈബി ഈഡൻ എറണാകുളത്ത് ലീഡ് ചെയ്യുന്നു. മൈസൂരിൽ മഹാരാജാവ് തന്നെ മുന്നിൽ. യദുവീർ കൃഷ്ണദത്ത, ചാമരാജ ഒടയാർ വീണ്ടും മൈസൂരിൽ. മഹാരാജാവിനെ തൊടാനാവില്ല മക്കളെ. കേരള താലി ഒന്ന് നോക്കൂ. 11-8-1 കഴിഞ്ഞ തവണത്തേക്കാൾ 10 സീറ്റിലാണ് അധികം LDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 10 സീറ്റ് അധികം നേട്ടമുണ്ടാക്കി ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ LDF 34 വോട്ടുകൾക്ക് വേണുഗോപാലിന് മുകളിൽ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 എന്ന ക്രമത്തിലാണ് അവസാനം സ്കോർ വന്ന് നിന്നത്. നോക്കുക, ഇപ്പോൾ 11-9. ശശി തരൂർ 6 വോട്ടിന് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ പിറകിൽ. LDF 1 സീറ്റിന് മുന്നിൽ. ഇപ്പോൾ 11 സീറ്റിൽ LDF, 9 മാത്രം UDF. നോക്കൂ, 10 സീറ്റിന്റെ നഷ്ടം UDFനും 10 സീറ്റിന്റെ നേട്ടം LDFനും ഇപ്പോഴത്തെ ലീഡ് നില അനുസരിച്ച്. 2074 വോട്ടിന്റെ ലീഡ് എടുത്ത് ഡീൻ കുര്യാക്കോസ്. BJP തിരിച്ചു വന്നു തിരുവനന്തപുരത്ത്. രാജീവ് ചന്ദ്രശേഖർ വീണ്ടും. നോക്കൂ, മറ്റിടങ്ങളിൽ ഉത്തർപ്രദേശിൽ 34 NDA, 15 ഇന്ത്യ മുന്നണി. തെലങ്കാനയിൽ ഫലസൂചന വരുന്ന 4 സീറ്റിൽ 3 കോൺഗ്രസ്, 1 AIMIM. ബീഹാറിൽ NDA 12, ഇന്ത്യ 3. തമിഴ്നാട്ടിലെ 7 സീറ്റുകളിലും ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. അതായത് തപാൽ വോട്ടിൽ വീണ്ടും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് 11 വോട്ടിന് ലീഡ് എടുക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി. തിരുവനന്തപുരത്ത് നേരത്തെ രാജീവ് പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ച് മില്ലിമീറ്റർ പോരാട്ടമാണ് നടക്കുന്നത്. ഇനിയും അവർ തമ്മിലുള്ള ശക്തമായ പോരാട്ടം നടക്കും. ഏറ്റവും അവസാനം മാത്രമേ തിരുവനന്തപുരത്തെ ഫലം നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ.
തിരുവനന്തപുരം നമ്മളെ മുൾമുനയിൽ നിർത്തും. വമ്പൻ പോലെ തലസ്ഥാനത്ത് വമ്പൻ പോരാട്ടത്തിന്റെ സൂചനകൾ നൽകുകയാണ്. രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ മാറി മറിയുന്ന ലീഡ് നില. 74 സീറ്റുകളിലേക്ക് ഉയരുന്നു. ഇന്ത്യ മുന്നണി 79ലേക്ക്. ഡീൻ കുര്യാക്കോസ് നോക്കൂ, 2124 വോട്ടുകൾക്ക് ഇടുക്കിയിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഏറ്റവും ഉയർന്ന മാർജിൻ ഇടുക്കിയിലാണ്. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് 2124 ഒരു സൂചനയെങ്കിൽ ഇടുക്കിയിൽ ഡീൽ നേരത്തെ ഫിക്സ് ആയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭൂരിപക്ഷം മാത്രമേ അറിയാനുള്ളൂ. പക്ഷേ UDF കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ ലീഡ് നില പോകുന്നത്. ഇപ്പോഴത്തെ ലീഡ് നില വോട്ടുകളുടെ ലീഡേ ഉള്ളൂ. തൃശ്ശൂരിൽ VS സുനിൽകുമാർ ലീഡ് ക്രമാനുഗതമായി ഉയർത്തുന്നു. നിർണായകമാണ്. തൃശ്ശൂരിൽ VS ആണോ, കണ്ണേ കരളെ VS എന്ന് തൃശ്ശൂരുകാർ വിളിക്കുമോ? കാത്തിരിക്കണം. ഇപ്പോൾ 11-8 എന്നുള്ള നിലയിൽ സംസ്ഥാനത്ത് LDF ആണ് മുൻപിൽ.